ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ ഏവരും കാത്തിരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാനിന്റെ സിലബസ് വന്നിട്ടുണ്ട് കേട്ടോ കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ. നമുക്കറിയാം LDC കഴിഞ്ഞിട്ട് 10ാം ക്ലാസ് യോഗ്യതയിൽ ഒറ്റ പരീക്ഷയായിട്ട് നടത്തുന്നതാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നത്. അപ്പോൾ അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. സിലബസിൽ കുറച്ചധികം മാറ്റങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് വേണം പഠിക്കാൻ. നമ്മൾ മുൻപ് പറഞ്ഞതിൽ നിന്ന്, അതായത് പണ്ടത്തെ വെച്ചിട്ടാണ് പറഞ്ഞത് ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ, അതിൽ നിന്ന് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ കേസ് ഇതിൽ മാറ്റം ഉണ്ടെങ്കിൽ പറയാം എന്നുള്ളത്. അപ്പോൾ അത് പറയാനാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ മാർക്സ് ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ ഓരോ ഇതിലും പറഞ്ഞിട്ടുള്ള പോർഷൻസ് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കാറ്റഗറി നമ്പർ 527/2024 അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഇൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇതിന്റെ സിലബസിലെ ഫസ്റ്റ് പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതിൽ ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും, ഇത്രയും എണ്ണത്തിന് 5 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്കിന്റെയാണ്. പിന്നെ ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, ഇത് 3 മാർക്കിന്റെയാണ്. കലാ, കായികം, സാഹിത്യം, സംസ്കാരം 5 മാർക്കിനും, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്കിനും, സുപ്രധാന നിയമങ്ങൾ 5 മാർക്കിനും, ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫയേഴ്സ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് 20 മാർക്കിനാണ്. ദെൻ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും 10 മാർക്കിന്റെയാണ്. ജനറൽ ഇംഗ്ലീഷും പ്രാദേശിക ഭാഷകളും 10 മാർക്കിന്റെയാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് നമ്മുടെ കറണ്ട് അഫയേഴ്സിന് തന്നെയാണ് കേട്ടോ. അത് മനസ്സിലാക്കിയിരിക്കാം. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നിനും പറഞ്ഞിട്ടുള്ള പോർഷൻസ് ഒന്ന് നോക്കാം. അപ്പോൾ LDCയുടെ ഒക്കെ സിലബസ് ഒക്കെ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ആ പഠിച്ചത് തന്നെ നമുക്ക് ഒന്നും കൂടെ പൊടി തട്ടിയെടുത്ത് കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കൃത്യമായ ഒരു സ്റ്റഡി നടത്താൻ പറ്റാതെ പോയവർ LDCയുടെ തീർച്ചയായിട്ടും ഇത് നമുക്ക് പഠിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പൊ അതിന് കൃത്യമായിട്ട് ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യണം. നമ്മൾ ആ ഒരു സമയമാകുമ്പോൾ കൂടുതൽ നോക്കാം എന്നുള്ള രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡിവിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നല്ല രീതിയിൽ നടക്കില്ല. അത് നല്ല രീതിയിൽ നടന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്കോറിംഗിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഒബ്വിയസ്ലി 80-ന് മുകളിൽ മാർക്ക് മേടിക്കുന്ന കുറേ അധികം ആൾക്കാർ ഉണ്ട്, നമുക്കറിയാം അല്ലെ. അത്രയ്ക്ക് കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഇഷ്ടംപോലെ ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പൊ നമ്മളും ആ ഒരു റേഞ്ചിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നല്ലോണം കഷ്ടപ്പെടേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി കൃത്യമായിട്ട് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങണം. അപ്പോൾ സിലബസ് ഏകദേശം സെയിം ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് വിടുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. മെയിൻസിന്റെ സിലബസ് കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കേട്ട് എന്തെങ്കിലും അഡീഷണൽസ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാം കൃത്യമായിട്ട്. ഓക്കെ, പറഞ്ഞു പോകുന്നുണ്ട്. ചിലതൊക്കെ അറിയുന്നതാണെങ്കിൽ അത് ജസ്റ്റ് പറയുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള വീഡിയോസിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. എങ്ങനെ നമുക്ക് ഒരു കൃത്യമായ സ്റ്റഡി പ്ലാൻ ഇതിനു വേണ്ടി ഫോളോ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഏകദേശം LDCയുടെ മെയിൻസിന്റെ സിലബസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇക്കഴിഞ്ഞ LDC പിടിക്കാൻ പറ്റാതെ പോയ ഇഷ്ടം പോലെ പേരുണ്ടാകും. അവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു അവസരമാണത് അല്ലെ. ഒറ്റ പരീക്ഷയാണ്. നല്ലൊരു സ്റ്റഡി പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്ത് ഇനി കഴിഞ്ഞ ആ ഒരു LDCക്ക് നമ്മൾ വരുത്തിയ മിസ്റ്റേക്സ് ഒക്കെ കവർ ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു 80 മാർക്കിന് മുകളിലെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അതിന് കൃത്യമായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി ടെക്നിക്ക് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. അല്ലാതെ കേവലം അവിടെ നിന്ന് ഇവിടെ നിന്ന് വെറുതെ വായിച്ച് സിലബസിൽ കാണുന്ന കുറെ പോർഷൻസ് എന്തെങ്കിലും ഒക്കെ നോക്കിയാൽ മാത്രം കിട്ടുന്ന ഒന്നല്ല. ഈ പറഞ്ഞിട്ടുള്ള പോർഷൻസ് എന്നൊക്കെ തന്നെയാണ് നമുക്ക് ചോദിക്കുക അല്ലെ. ഒരു പക്ഷെ പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് തോന്നും ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ആ ഒരു കാര്യം കുറച്ചും കൂടെ നോക്കിയിരുന്നെങ്കിൽ. അപ്പൊ ആ ഒരു അതൊന്നും ഇടപെടുത്താതെ നല്ലൊരു ടൈം ടേബിൾ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ നമ്മൾ പിന്നീട് ഇടുന്നതായിരിക്കും. കാരണം ഏകദേശം ഒക്ടോബർ ആ ഒരു ഇതിലാണ് എക്സാം വരിക. അപ്പോൾ നല്ല രീതിയിൽ ഇപ്പോഴേ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇനി സെക്രട്ടേറിയറ്റ് പോലെയുള്ള എക്സാം കഴിയാത്തവർ അത് തീർച്ചയായിട്ടും അത് കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് പഠിക്കുന്നതും തീർച്ചയായിട്ടും നമുക്ക് ഇതിനൊക്കെ തന്നെ ഗുണം ചെയ്യും. ഓക്കെ, അപ്പൊ അത് ഏകദേശം കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഒരു പ്രിപ്പറേഷനിലേക്ക് കിടക്കുക. അപ്പൊ കഴിഞ്ഞതിൽ എന്താണ് നമ്മൾ അഡീഷണൽ കുറച്ച് ഇതും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സ്പെഷ്യൽ ടോപ്പിക് പറഞ്ഞിട്ടില്ല കേട്ടോ സിലബസിൽ. നമുക്ക് എന്തായാലും പറഞ്ഞിട്ടുള്ള പോർഷൻസിൽ ഏതൊക്കെയാണ് മെൻഷൻ ചെയ്തേക്കണേ നോക്കാം. ആദ്യം ചരിത്രം എന്നുള്ള ഭാഗത്ത് നിന്ന് 5 മാർക്സിന്റെ ആണെന്ന് അറിയാലോ. കേരളം, ഇന്ത്യ, ലോകം എന്നുള്ള രീതിയിലാണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കേരളത്തിന്റെ ഇതിൽ യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിന്റെ ചരിത്രം, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. അപ്പോൾ ഈ ഏരിയയൊക്കെ നമ്മൾ ചിലപ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നത്തെ വീഡിയോസിലൊക്കെ നോക്കാം. ഓക്കെ, ദെൻ ഇന്ത്യ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, 1ാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും, മഹാത്മാഗാന്ധിയും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ഒരു പോർഷൻ. മഹാത്മാഗാന്ധിയുടെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം. ഓക്കെ, ദെൻ
ലോകം എന്നുള്ള ഇതിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒന്നാം ലോകയുദ്ധം, രണ്ടാം ലോകയുദ്ധം എന്ന് സ്പെസിഫിക് ആയിട്ട് എടുത്തു പറഞ്ഞിട്ടില്ല. അത് രണ്ടാം ലോകയുദ്ധത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാലും നമ്മളിത് മനസ്സിലാക്കി വെക്കുന്നത് ജസ്റ്റ് നല്ലതാണ്. ഓക്കെ. ദെൻ ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ. ദെൻ ഭൂമിശാസ്ത്രം 5 മാർക്കിന്റെയാണ്. അതിൽ ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ: ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷ മർദ്ദവും കാറ്റും, താപനിലയും ഋതുക്കളും, ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം. പിന്നെ ഇന്ത്യയുടെ ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഉത്തരപർവ്വത മേഖല, നദികൾ, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷി, ധാതുക്കളും വ്യവസായവും, ഊർജ്ജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. ഇതിൽ നമുക്കിപ്പോൾ അറിയാം ധാതുക്കൾ വ്യവസായത്തിൽ നിന്ന് നല്ല ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ. ദെൻ കേരളം ഭൂപ്രകൃതി, ജില്ലകൾ, സവിശേഷതകൾ, നദികൾ, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, ദെൻ വന്യജീവി, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ ധാതുക്കളും വ്യവസായവും, ഊർജ സ്രോതസ്സുകൾ. ഇതിൽ നിന്ന് നല്ല ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ദെൻ റോഡ്, ജല, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. ധനതത്വശാസ്ത്രം, അതായത് എക്കണോമിക്സിന്റെ ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് 5 മാർക്സിന്റെ ആണ് കേട്ടോ ഉള്ളത്. അത് ഇന്ത്യ സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. അത് ഏകദേശം നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള അതേ ഇതൊക്കെ തന്നെയാണ്. ദെൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഇതിൽ നിന്ന് 5 മാർക്കിന്റെ ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെന്റിന്റെ ഘടകങ്ങൾ. അതിലെല്ലാം വരും കേട്ടോ. യൂണിയന്റെ എക്സിക്യൂട്ടീവ് എല്ലാം വരും, അതുപോലെ സ്റ്റേറ്റിന്റെയും. ഓക്കെ. ദെൻ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ 42, 44, 52, 73, 74, 86, 91. ദെൻ പഞ്ചായത്തി രാജ് ഭരണഘടനാ സ്ഥാപനങ്ങൾ, അവയുടെ ചുമതലകളും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ദെൻ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും, കേരള സംസ്ഥാന സിവിൽ സർവീസ്. ഇതിൽ നിന്നാണ് അത്യാവശ്യം നല്ല ഇപ്പോൾ ഓരോ സ്റ്റേജസ് ആയിട്ടായിരിക്കുമല്ലോ നടത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഈ സിവിൽ സർവീസിന്റെ ഇതിൽ നിന്ന് തന്നെ റൂൾസിന്റെ ഒക്കെ വർഷം വെച്ചിട്ട് ചട്ടങ്ങൾ ഇന്ന വർഷത്തിൽ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് ഏതാണ് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ നമ്മൾ LDCക്ക് കണ്ടതാണ്. ദെൻ വിവിധ കമ്മീഷനുകൾ, സാമൂഹിക, സാമ്പത്തിക, വാണിജ്യ, ആസൂത്രണ, അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ദെൻ ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹിക ക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം. ഇത്രയാണ് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്നുള്ളതിൽ. ദെൻ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും. അത് സാധാരണ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള പോലെ തന്നെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും ധാതുക്കളും, അപര്യാപ്തത രോഗങ്ങളും, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാനാരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ദെൻ ഭൗതിക ശാസ്ത്രം 3 മാർക്കിന്റെയാണ്. അതിന്റെ ശാഖകൾ നമുക്കറിയാലോ: ദ്രവ്യം, യൂണിറ്റ്, അളവുകളും തോതും. ദെൻ ചലനം, ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, 3-ാം ചലന നിയമം, ആക്കം, പ്രൊജക്ടൈൽ മോഷൻ, 3-ാം ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ, ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ. ദെൻ പ്രകാശം എന്നുള്ളതിൽ ലെൻസ്, ദർപ്പണം, R=2F എന്ന സമവാക്യം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഗണിത പ്രശ്നങ്ങൾ. ഇത് വെച്ചിട്ടാണ് മെയിൻ ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ളത്. ദെൻ പ്രകാശത്തിന്റെ വിവിധ പ്രതിഭാസങ്ങൾ, അത് ഉപയോഗപ്പെടുത്തുന്ന ഏതൊക്കെ സിറ്റുവേഷൻസ്, എന്തെങ്കിലും ഒക്കെ തന്നിട്ട് ഇത് ഏത് പ്രകാശ പ്രതിഭാസമാണ് എന്നുള്ള രീതിയിൽ. ദെൻ മഴവില്ല, വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, IR റേസ്, UV എക്സ്റേസ്, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ശബ്ദം എന്നുള്ളതിൽ വിവിധ തരം തരംഗങ്ങൾ, വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശത്തിന്റെ പ്രവേഗം, അനുരണനം, ആവർത്തന, പ്രതിപതനം. ദെൻ ബലം എന്നുള്ളതിൽ വിവിധ തരം ബലങ്ങൾ, ഘർഷണം, ഘർഷണത്തിന്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും, ദ്രാവകമർദ്ദം, പ്ലവക്ഷമ ബലം, ആർക്കിമിഡീസ് തത്വം, പാസ്കൽ നിയമമൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ സാന്ദ്രത, ആപേക്ഷിക സാന്ദ്രത, അഡ്ഹീഷൻ കൊഹീഷൻ ബലങ്ങൾ, കേശിക ഉയർച്ച, വിസ്കസ് ബലം, പ്രതല ബലം. ദെൻ ഗുരുത്വാകർഷണം, അഭികേന്ദ്രം, അപകേന്ദ്ര ബലം, ഈ 2 ബലങ്ങൾ. ദെൻ ഉപഗ്രഹങ്ങൾ, പലായന പ്രവേഗം, പിണ്ഡവും ഭാരവും, ജിയുടെ മൂല്യം, ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ ജിയുടെ മൂല്യം. ഇത് വെച്ചിട്ടാണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ദെൻ താപനില, വിവിധതരം തെർമോമീറ്ററുകൾ, ആർദ്രത, ആപേക്ഷിക ആർദ്രത. പ്രവൃത്തിയുടെ ഇതിൽ നിന്ന് ഊർജ്ജം, പവർ, ഊർജ്ജം, പവർ, ഗണിത പ്രശ്നങ്ങൾ, ഉത്തോലകങ്ങൾ, വിവിധതരം ഉത്തോലകങ്ങൾ. അതൊക്കെ ചെയ്താലും 3 മാർക്സിന്റെ കാര്യങ്ങൾ വേണ്ടത് മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോൾ ഫിസിക്സ് അത്യാവശ്യം എളുപ്പമുള്ളതൊക്കെ ചോദിക്കാറുള്ളൂ. ദെൻ രസതന്ത്രം എന്നുള്ളതിൽ 3 മാർക്ക് തന്നെയാണ്. ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ, രൂപാന്തരത്വം, വാതക നിയമങ്ങൾ, അക്വാറീജിയൊക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മൂലകങ്ങൾ, ആവർത്തന പട്ടിക, ലോഹങ്ങളും അലോഹങ്ങളും, രാസഭൗതിക മാറ്റങ്ങൾ, രാസപ്രവർത്തനങ്ങൾ, ലായനികൾ, മിശ്രിതങ്ങൾ, സംയുക്തങ്ങൾ, ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, ആസിഡും ആൽക്കലിയും, pH മൂല്യം, ആൽക്കലോയിഡുകൾ.
ഇത്രയാണ്. കലാ, കായികം, സാഹിത്യം, സംസ്കാരം അത് 5 മാർക്ക്. കല എന്നുള്ളതിൽ കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ, അവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാർ, ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ദെൻ കായികം എന്നുള്ളതിൽ കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ, അതിൽ മെയിൻ ആയിട്ടുള്ളതൊക്കെ ധ്യാൻചന്ദ് പുരസ്കാരം അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ ബഹുമതികളിൽ വരുന്നതൊക്കെ. പ്രധാന അവാർഡുകൾ, അവാർഡ് ജേതാക്കൾ ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നത് എന്ന അറിവ്, പ്രധാന ട്രോഫികൾ, അതുമായിട്ട് ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങൾ, അതുപോലെ പ്രധാനപ്പെട്ട കായിക ഇനങ്ങളുടെ കളിക്കാരുടെ എണ്ണം, ദെൻ കളികളുമായി ബന്ധപ്പെട്ട പദങ്ങൾ, പിന്നെ ഒളിമ്പിക്സിന്റെ അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന വേദികൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ, വിജയങ്ങൾ അല്ലെങ്കിൽ കായിക താരങ്ങൾ, ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ പെർഫോമൻസ് എന്താണെന്നുള്ളത്, വിന്റർ ഒളിമ്പിക്സ്, അതുപോലെ പാരാ ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്, വേദികൾ, രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, ഇതര വസ്തുതകൾ, ദേശീയ ഗെയിംസ്, ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ, ഓരോ രാജ്യത്തിലെയും ദേശീയ കായിക ഇനങ്ങൾ അല്ലെങ്കിൽ വിനോദങ്ങൾ. സാഹിത്യം എന്നുള്ളതിൽ മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ, ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ, എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ, കഥാപാത്രങ്ങൾ, കൃതികൾ, പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ, മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ, പിന്നെ പ്രധാനപ്പെട്ട അവാർഡുകൾ, അതിനർഹരായ എഴുത്തുകാർ, അവരുടെ കൃതികൾ, പിന്നെ ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുക്കൾ, ദെൻ മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നായികക്കലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡും. സംസ്കാരം എന്നുള്ളതിൽ കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളും ഉത്സവങ്ങളും, പിന്നെ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾക്ക് 3 മാർക്കാണ്. ഹാർഡ്വെയറിന്റെ ഭാഗത്ത് നിന്ന് ഇൻപുട്ട്, ഔട്ട്പുട്ട്, മെമ്മറി ഡിവൈസസ് ആണ്. അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണത്തിന്റെ നെയിംസ് ആൻഡ് യൂസസ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ മെമ്മറി ഡിവൈസസിൽ പ്രധാനമായിട്ടും പ്രൈമറി, സെക്കൻഡറി, എക്സാമ്പിൾസ്, ഫീച്ചേഴ്സ് അതൊക്കെയാണ് നോക്കേണ്ടത്. സോഫ്റ്റ്വെയറിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിൽ. പിന്നെ OS, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിന്റെ എക്സാമ്പിൾ എപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എക്സാമ്പിളുകൾ, വേർഡ് പ്രോസസർ, സ്പ്രെഡ്ഷീറ്റ്, ഓരോന്നിന്റെയും ഒന്ന് നോക്കിക്കുന്നതാണ്. ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ്, ചില ഇൻസ്ട്രക്ഷൻസ്, ഓക്കെ, ഇൻപുട്ട്, ഔട്ട്പുട്ട്, സ്റ്റോർ, കൺട്രോൾ, ട്രാൻസ്ഫർ, അതിന്റെയൊക്കെ ഇൻസ്ട്രക്ഷൻസ്. ലാംഗ്വേജ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ലാൻ, വാൻ, മാൻ, നെറ്റ്വർക്ക് ഡിവൈസസ് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് ഇത്രയും മീഡിയ സ്വിച്ച്, ഹബ്, റൂട്ട്, ബ്രിഡ്ജ്, ഗേറ്റ് വേ ഒക്കെ. ദെൻ ഇന്റർനെറ്റ്, WW, ഇമെയിൽ, സെർച്ച് എഞ്ചിൻസ്, സോഷ്യൽ മീഡിയ, വെബ് ഡിസൈനിങ്, ബ്രൗസർ, HTML, ദെൻ ഗവേണൻസ്, സൈബർ ക്രൈംസ്, സൈബർ ലോസും പറയുന്നുണ്ട്, ടൈപ്സ് ഓഫ് ക്രൈംസ്, IT ആക്ട് ആൻഡ് അതർ ലോസ്. പിന്നെ നമ്മുടെ സുപ്രധാന നിയമങ്ങൾ എന്നുള്ളത് അവിടെ നമ്മുടെ LDCക്ക് കണ്ട പോലെ തന്നെ വന്നിട്ടുണ്ട് 5 മാർക്സിന്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അത് ബേസിക് ആയിട്ട് എല്ലാത്തിലും പറയുന്നത്, അത് ഇൻഫർമേഷൻ എക്സംപ്റ്റഡ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ കമ്മീഷൻ, പവേഴ്സ് ആൻഡ് ഫീച്ചേഴ്സ്. പിന്നെ കൺസ്യൂമേഴ്സിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ്, പിന്നെ ലോ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ്. ഇത് LDCയുടെ കണ്ട അതേ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് വിമൻ ആണെങ്കിലും, പിന്നെ പോക്സോന്റെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ ഇതേ കിടക്കുന്നു, ആനുകാലിക വിഷയങ്ങൾ അല്ലേ. ആനുകാലിക വിഷയങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാലോ. നമ്മൾ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു LDCയുടെ, കുറേയൊക്കെ ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു. ദെൻ മാത്സിന്റെ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്, ശതമാനം, പെർസെൻറ്റേജ്, ലാഭവും നഷ്ടവും, സാധാരണ പലിശ, കൂട്ടുപലിശ, റേഷ്യൻ, പ്രപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഇതൊക്കെ ഇപ്പോൾ നമുക്ക് ബൈ ഹാർട്ട് ആണ് അല്ലെ. ആവറേജ് ടൈം ആൻഡ് വർക്ക്, ലോസ് ഓഫ് എക്സ്പെൻസ്, മെൻസറേഷൻ, പ്രോഗ്രഷൻസ്. ദെൻ മാനസിക ശേഷിയായിട്ട് ബന്ധപ്പെട്ട സീരീസ്, പ്രോബ്ലംസ് ആൻഡ് മാത്തമാറ്റിക്കൽ ഡിസൈൻസ്, പൊസിഷൻ കാണുന്നത്, അനലോഗി, ഓഡ് മാൻ ഔട്ട്, സംഖ്യാവലോകന പ്രശ്നങ്ങൾ, കോഡിങ്, ഡീകോഡിങ്, ഫാമിലി റിലേഷൻസ്, സെൻസ് ഓഫ് ഡയറക്ഷൻ, ടൈംസ് ആൻഡ് ആംഗിൾസ്, ടൈം ഇൻ എ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ, ഡേറ്റ് ആൻഡ് കലണ്ടർ, ക്ലറിക്കൽ എബിലിറ്റി. ദെൻ ജനറൽ ഇംഗ്ലീഷ്, നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന അതേ സംഭവങ്ങളൊക്കെ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ക്യാബ് ആണെങ്കിലും ശരി, പ്രാദേശിക ഭാഷകളിൽ നമ്മൾ സ്ഥിരം കണ്ടുവരുന്നത്. അപ്പോൾ ഇതാണ് സിലബസ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് പഠനം നേരത്തെ തുടങ്ങേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ആനുകാലിക വിഷയങ്ങൾ എന്നുള്ളതായിട്ട് ബന്ധപ്പെട്ട്. കാരണം 20 മാർക്സ് ആണ് അതിന് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. LDCയുടെ പോലെ തന്നെ നമുക്കത് വിട്ടുകളയാൻ പറ്റില്ല അല്ലെ. കാരണം 20 മാർക്സ് ആണ് അതിൽ നിന്ന്. ബാക്കിയുള്ളതൊക്കെ കഴിച്ചാലും നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്കോറിംഗിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ വേണം. നമുക്കിപ്പോൾ LDCയുടെ കട്ട് ഓഫ് തന്നെ ഏകദേശം ഇപ്പോൾ ഓരോന്ന് പ്രൊഫൈൽ മെസ്സേജ് ഒക്കെ വന്നിട്ട് നമുക്ക് മനസ്സിലായി ഏകദേശം എത്ര വരും എന്നുള്ളത് അല്ലേ. അപ്പോൾ നല്ലൊരു സ്കോറിംഗിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് പഠിക്കാനിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഇതെനിക്ക് വിധിച്ചിട്ടില്ലേ, ഇങ്ങനെ ഒരു സംഭവം PSC ഉദ്യോഗം എന്നുള്ളത് എൻ്റെ ഒരു ഇതിലില്ല എന്നുള്ള ഒരു മൈൻഡൊക്കെ നമുക്ക് വരാം, സാധ്യതയുണ്ട്. എനിക്ക് അങ്ങനെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, എപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, നിന്റെ 100% എഫേർട്ട് ഇട്ടിട്ടാണോ ഇതുവരെയുള്ള എല്ലാ പരീക്ഷയും എഴുതിയത് എന്നുള്ളത്.
ഒന്നില്ലെങ്കിൽ അവിടെ പകുതിയോളം കുറേ കാര്യങ്ങളൊക്കെ നമ്മളെ പിന്നോട്ട് വലിച്ച കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഫുൾ എഫേർട്ട് ഇടാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ എന്താണ് നമുക്ക് പഠിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഇടയ്ക്കൊന്ന് ഡ്രോപ്പ് ആയി പോയിട്ടുണ്ടാകാം അല്ലെ. അപ്പം എപ്പോഴാണ് നമ്മൾ നമ്മുടെ എഫേർട്ടിന് 100% ഇടുന്നത് അപ്പോഴേ അതിന്റെ റിസൾട്ടും നമുക്ക് ആ ഒരു അതേ ഇമ്പാക്റ്റോട് കൂടി 100% തിരിച്ചു കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ട എഫേർട്ടിന്റെ ഡബിൾ എഫേർട്ട് നമ്മൾ ഈ ഒരു കാര്യത്തിന് ഇട്ടാൽ മാത്രമേ നമുക്ക് എന്താണ് ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുകയുള്ളൂ. ഒരിക്കലും ഡെസ്പറേറ്റ് ആയിട്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ശ്രമിക്കുക, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. ഓക്കെ, എന്തൊക്കെയാണെങ്കിലും നമ്മുടെ മുന്നിൽ അവസരമാണുള്ളത് അല്ലെ. അവസരങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അത് നടത്തിയെടുക്കുക എന്നുള്ളതാണ് പാട്. പക്ഷെ നമ്മളുടെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ടൈമ് അല്ലെ, ഏജ്, കുറെ കാര്യങ്ങളാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങൾ. എന്താണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കേണ്ട ഒരൊറ്റ കാര്യം, നമ്മൾ ആ 100% എഫേർട്ട് ഇട്ടിട്ട് ചെയ്തോ എന്നുള്ളതാണ്. എന്നാ എഫേർട്ട് ഇട്ട് നമ്മൾ ചെയ്യുന്നു അതിനുള്ള റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പൊ ആ എഫേർട്ട് ഇട്ട് ഒബ്വിയസ്ലി ചിലപ്പോൾ നമുക്ക് 100% ഇടാൻ പറ്റിയെന്ന് വരില്ല. എങ്കിൽ കൂടി ഒരു 92 അല്ലെങ്കിൽ 95% എങ്കിലും നമ്മൾ എഫേർട്ട് ഇട്ട് നമുക്ക് ആ ഒരു റിസൾട്ട് നേടിയെടുക്കണം. അത് എന്ന് നമ്മൾ മുഴുവനായിട്ട് ശ്രമിക്കുന്നു എന്നാൽ മാത്രമല്ലേ നമുക്ക് കിട്ടുള്ളൂ. കുറച്ചൊക്കെ ലക്ക് എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പോൾ 2025 എല്ലാവരുടെയും സ്വപ്നങ്ങൾ നടക്കട്ടെ. ഒരു ഉദ്യോഗം എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. അത് എസ്പെഷ്യലി സർക്കാർ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് നന്നായി പരിശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.